സോ വൺസ് അഗൈൻ വെൽക്കം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലമാണിത്. അപ്പോൾ ഇതിന് അഡീഷണലായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ഇത് ലെങ്ത്തായി പോകും ചിലപ്പോൾ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും എന്ന് ചോദിച്ചാൽ നമ്മൾ പാർട്ട് ചെയ്തിട്ട് 2 പാർട്ടാക്കിയിട്ട് വീഡിയോ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കണക്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ് കേട്ടോ. ഒരുപാട് വലുതൊന്നല്ല, ചെറിയൊരു മോഡിഫിക്കേഷൻ. നോക്കുക, നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ഇതിൽ പറഞ്ഞത് 40,000, അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം 10,60,000. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വരുത്താണ്. സപ്പോസ് ഈ ടോട്ടൽ ഇൻകം 10,60,000 എന്നത്, ഇപ്പോൾ നമുക്കറിയാം ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓപ്പറേഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ് അല്ലേ, ഈ സംഭവങ്ങളൊക്കെ. ഇപ്പോൾ സാലറിയിൽ നിന്ന് ഒരു 4 ലക്ഷം, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഒരു 3 ലക്ഷം, ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഒരു 2 ലക്ഷം, 3, 7, 9. പിന്നെ ക്യാപിറ്റൽ ഗെയിന്, അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്. ക്യാപിറ്റൽ ഗെയിന് 2 ടൈപ്സ് ഉണ്ടാവും, ലോങ് ടേം, ഷോർട്ട് ടേം. ഓക്കെ, പഠിക്കും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നമുക്കൊരു 50,000 കൊടുക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 10,000 കൊടുക്കാം, റൗണ്ട് ആക്കാം. ഓക്കെ, പിന്നെ അതർ സോഴ്സിൽ നമുക്ക് ലോട്ടറി അടിക്കുകയാണ്, വിന്നിങ് ഫ്രം ലോട്ടറി. വിന്നിങ് ഫ്രം ലോട്ടറി എത്ര കമ്പിയുടെ ഇപ്പോൾ 4, 3, 7, 2, 9, 9, 60, 10, 60, 1 ലക്ഷം അല്ലേ. ഇതൊക്കെ അവിടെ കൂടിയിട്ട് ഇപ്പോൾ 10, 60. അപ്പോൾ ഈ കണക്കിന് എങ്ങനെയാണ് മാറ്റിയിട്ട് ഞാൻ സാലറിയിൽ നിന്ന് 4 lakh, ഹൗസ് പ്രോപ്പർട്ടി 3 lakh, ബിസിനസ് ഓപ്പറേഷൻ 2 lakh, 50,000, 10,000, 1 lakh. പുറമെ അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, എന്തുണ്ട്, അതേപോലെ 40,000. ഈ കണക്ക് ഇങ്ങനെയായിരുന്നെങ്കിൽ എങ്ങനെയാണ് നമ്മളെ ടാക്സ് ലയബിലിറ്റി, ഒരു വ്യക്തിയുടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെപ്പിനൊന്നും വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇതിൽ വ്യത്യാസം വരുന്നത്. നമുക്കറിയാം ഫസ്റ്റ് അഗ്രിഗേറ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നേരിട്ട് കൂട്ടിയാൽ അഗ്രിഗേറ്റ് ഇൻകം 10,60,000 ഇതുണ്ട്, പിന്നെ 40,000 നമ്മൾ നേരത്തെ കൂട്ടിയാണ് 11 ലക്ഷം. അതിനൊന്നും മാറ്റില്ല, അഗ്രിഗേറ്റ് ഇൻകം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് കഴിഞ്ഞു. ഇനി നമ്മൾ കണക്കിലേക്ക് നമ്മൾ പോവാണ്. അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി പതിവ് പോലെ അല്ലേ, ടാക്സ് ലയബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഇൻകം. സ്റ്റെപ്പ് നമ്മൾ കണക്ക് പഠിച്ച പോലെ തന്നെ കാൽക്കുലേറ്റ് ദി ടാക്സ് ലയബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഇൻകം. അഗ്രിഗേറ്റ് ഇൻകം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ കണക്കിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ ടാക്സ് ലയബിലിറ്റി, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആദ്യം കണക്ക് ചെയ്യുന്ന പോലെ ഓൺ ഫസ്റ്റ് 2,50,000 നില്ല് അല്ലേ, ഇങ്ങനെയെന്ന് പറയാം, നില്ല് ഓൺ നെക്സ്റ്റ്, ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ അത് ഇനി ഇവിടെ ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ നോക്കുക, ഈ ലോങ് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിന്, വിന്നിങ് ഫ്രം ലോട്ടറി, അതർ സോഴ്സിൽ വരുന്ന വിന്നിങ് ഫ്രം ലോട്ടറി, ഇതിന് 3നും സ്പെഷ്യൽ റേറ്റ് ആണ് നമ്മൾ ടാക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ റേറ്റുള്ള സംഭവങ്ങളെ സെപ്പറേറ്റ് റേറ്റിൽ തന്നെ നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന സാധനത്തിന് 20% ആണ് സാധാരണ പറയാറ്. അതിന് 20% ആണ് നേരിട്ട് കാണണം. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ STT പെയ്ഡ് എന്ന് തരണം, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പെയ്ഡ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിന് സ്പെഷ്യൽ റേറ്റ് വരുള്ളൂ 15%. അല്ലാത്ത പക്ഷം അതെന്താണ്, സാധാഗതിയിൽ ടോട്ടൽ ഇൻകത്തിലേക്ക് തന്നെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് പോയിക്കോളും, അതിന് സ്പെഷ്യൽ റേറ്റ് വെക്കേണ്ട ആവശ്യമില്ല. വിന്നിങ് ഫ്രം ലോട്ടറി അഥവാ ക്യാഷ്വൽ ഇൻകത്തിനൊക്കെ സാധാരണഗതിയിൽ 30% എന്തുണ്ട്, സ്പെഷ്യൽ റേറ്റ് ആണ്. സോ ഈ സ്പെഷ്യൽ റേറ്റുള്ളത് ആദ്യം നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യും, ടാക്സ് ലയബിലിറ്റി ഓഫ് അഗ്രിഗേറ്റ് ഇൻകം, ടാക്സ്
ലയബിലിറ്റി ഓഫ് അഗ്രിഗേറ്റിംഗ്. നമ്മൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ റേറ്റ് ഉണ്ട്. ആദ്യം സ്പെഷ്യൽ റേറ്റ് ഏതൊക്കെ സ്പെഷ്യൽ റേറ്റ്? ഫോർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറ്റ് ദ റേറ്റ് ഓഫ് 20% ആണ്. ഓൺ എത്ര? 50,000. 50,000 20%. ഓക്കെ, 2 5 10 10,000 10,000 വരും. ഫോർ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ STCG അത് റേറ്റ് STT പെയ്ഡ് എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കാം. 15% ഓൺ 10,000 10,000. 10,000 15,500. ഫോർ കാഷ്വൽ ഇൻകം അറ്റ് ദി റേറ്റ് ഓഫ് 30%. 1 lakh 30% എന്നും 3 lakh ഓൺ 1 lakh. അപ്പോൾ 30% 30,000 അല്ലേ? 3 lakh അല്ലേ? 30,000. ഇത്രയും കാര്യങ്ങൾ സ്പെഷ്യൽ റേറ്റ് ആണ്. അപ്പോൾ എത്ര ഉണ്ട്? 30 40 41 500 41,500. ഇത്രയും സ്പെഷ്യൽ റേറ്റ് പ്രകാരം തന്നെ ഇയാൾ എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കണം. പിന്നെ അതിനോട് കൂടി ബാക്കിയുള്ളതാണ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും പോയിരുന്നു കേട്ടോ, ഈ ഭാഗങ്ങളൊക്കെ പോയി. ബാക്കിയുള്ളതുണ്ടല്ലോ, ഈ 11 ലക്ഷത്തിന് ഇത്രയും പോയി. ബാക്കിയുള്ള എമൗണ്ടിന് സാധാ നോർമൽ റേറ്റ്. അപ്പോൾ നമുക്കിവിടെ ബാലൻസ് ആസ് പെർ നോർമൽ സ്ലാബ് റേറ്റ്. നോർമൽ സ്ലാബ് റേറ്റ് നമുക്കറിയാം, ഇത് ഇൻഡിവിജ്വലിൻ്റെ കണക്കാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓൺ ഫസ്റ്റ് 2,50,000 നില്ല് അങ്ങനെ പോകും. അതല്ല സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഓൺ ഫസ്റ്റ് 3 lakh വരും. അതല്ല അത് സൂപ്പർ സീനിയർ ആണെങ്കിൽ അത് ഫസ്റ്റ് 5 lakh വരെ എക്സംപ്ഷൻ എടുക്കും. അപ്പോൾ നമുക്കിവിടെ ഓൺ ഫസ്റ്റ് 2,50,000 നിൽ ഓൺ ഇത് ബാലൻസ് അത് എത്ര ഉണ്ട് അറിയാമല്ലോ അല്ലേ? ബാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് കണ്ടേക്കാം. 11 ലക്ഷത്തിന് എത്ര പോകും? ഇവിടെ ഇപ്പോൾ 50 60 1,60,000 പോകണം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 9,40,000 അല്ലേ? 9 40 60 10 11. ഈ 9,40,000 ആണ് ബാലൻസ് എമൗണ്ട്. ഈ ബാലൻസ് എമൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 2,50,000 നില്ല് ഓൺ നെക്സ്റ്റ് 2,50,000 അറ്റ് ദ റേറ്റ് ഓഫ് 5% 12,500. ഓൺ നെക്സ്റ്റ് ഇനി 5 lakh ആണ്. നെക്സ്റ്റ് 5 lakh. അപ്പോൾ ഇവിടെ 5 10 ആവും. ഇവിടെ ഇപ്പോൾ 9,40,000. അപ്പോൾ ആകെ 4,40 ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് 5 5 4,40 9,40. സോ ഓൺ നെക്സ്റ്റ് 4,40,000 അറ്റ് ദി റേറ്റ് ഓഫ് 20%. അപ്പോൾ 2 44 88 88,000. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇതിൽ വരും. ഇതൊക്കെ കൂട്ടിയാൽ മതി. ഇതിവിടെ കൂട്ടി വെച്ചാണല്ലോ ഓൾറെഡി അല്ലേ? അപ്പോൾ 41,500. അപ്പോൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 0 ഡിജിറ്റൊക്കെ മാറിപ്പോയില്ലേ? കറക്റ്റായിട്ട് എഴുതിയുണ്ടോ? 5 കൂട്ടാൻ സുഖമാണ്. 5 5 10 0 ഇഷ്ടം 1 1 8 9 2 11 1 12 2 ഇഷ്ടം 1 1 8 9 1 14 14 1,42,000 1,42,000 അല്ലേ കിട്ടുന്നത്? ജസ്റ്റ് ചെക്ക് ചെയ്യാം. 9 ഓക്കെ, 1,42,000 അതാണ് അഗ്രിഗേറ്റ് ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി സാധാ പോലെ കുറയ്ക്കാം. ഓക്കെ, ലെസ് ടാക്സ് ലയബിലിറ്റി ഓഫ് അഗ്രികൾച്ചർ ഇൻകം.
നമ്മൾ നേരത്തെ ചെയ്ത കണക്കിന് അതുപോലെ തന്നെയാണ്. അഗ്രികൾച്ചർ ഇൻകം നമുക്ക് പറയാം എത്രയാണ്? 40,000 ആണ്. അപ്പോൾ നമ്മൾ ഈ 40,000 മാത്രം എഴുതിയാൽ പോരാ. ഈ 40,000 കൂടി നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിക് സ്ലാബ് റേറ്റ് എത്ര ഇതിൻ്റെതാണ് ഈ സ്ലാബ് റേറ്റ് അല്ലേ. അപ്പോൾ നേർക്ക് ഇവിടെ 40,000 പ്ലസ് ബേസിക് സ്ലാബ് റേറ്റ് ആയിട്ടുള്ള 2,50,000 കൂടി കൂടിയ എമൗണ്ടിനാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി തുടങ്ങേണ്ടത്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓൺ ഫസ്റ്റ് 2,50,000 നില്ലാണ്. ഓൺ നെക്സ്റ്റ് 40,000 അറ്റ് ദി റേറ്റ് ഓഫ് 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4×5 = 2,000. So 1,40,000 minus 2,000 is equal to 1,40,000. 1,40,000. ഓക്കെ. ദെൻ ഇനി എന്ത് ചെയ്യുന്ന? ഇനി നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് റിബേറ്റോ സർചാർജോ ഇഫ് എനി അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം. റിബേറ്റ് എന്തായാലും ഇയാൾക്ക് ഉണ്ടാവില്ലല്ലോ അല്ലേ. ടോട്ടൽ ഇൻകം 5 ലക്ഷം വരെയുള്ള ആളുകൾക്ക് മാത്രമേ റിബേറ്റ് കിട്ടുള്ളൂ. സർചാർജും ഇയാൾക്ക് ഇല്ല. സർചാർജ് ആണെങ്കിൽ റൂള് പറഞ്ഞിട്ടുണ്ട് 50 ലക്ഷം 1 കോടിയും വരെ അല്ലെങ്കിൽ 1 കോടിക്ക് മേലെ ഇങ്ങനെയാണ് 10%, 15% യഥാവിധി എന്ത് ചെയ്യുക? സർചാർജൊക്കെ വരിക. അപ്പോൾ ഇവിടെ റിബേറ്റ് അതുപോലെ തന്നെ എന്താണ് സർചാർജ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇയാൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. റിബേറ്റ് സർചാർജ് ഇത് രണ്ടും ഇല്ല കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരില്ല അല്ലേ, ഉറപ്പാണല്ലേ. ദെൻ ഇനി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ആഡ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. at the rate of 4%. 4% in 1,40,000 അതിൻ്റെ 4%. 4, 14, 56 അല്ലേ. 56 പറയുമ്പോൾ 5,600. 5,600. ഓക്കെ. അപ്പോൾ 1,45,600. 1,45,600. ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞു ഇതിനെയാണ് നമ്മൾ ഗ്രോസ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഗ്രോസ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഗ്രോസ് ടാക്സ് ലയബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം? അഡ്വാൻസ് ടാക്സോ അതുപോലെ തന്നെ TDS ഉണ്ടെങ്കിൽ കുറയ്ക്കാം. ഇവിടെ നോക്കാം. കാഷ്വൽ ഇൻകം 30,000 ടാക്സ് ഉണ്ട്. ഇതാണ് നമ്മുടെ TDS എന്ന് പറയുന്ന സംഭവം. ഈ TDS എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ലെസ് TDS. അഡ്വാൻസ് ടാക്സ് ഇതിലില്ല. അഡ്വാൻസ് ടാക്സ് ഇല്ലാണ്. TDS 30,000. രണ്ടും കൂടി കൂട്ടി 30,000. സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ട് കേട്ടോ, കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചുണ്ടെങ്കിൽ 1,45,000 1,15,500. 1,15,600. ഇതാണ് ഇയാളെന്താണ് നെറ്റ് ടാക്സ്. സോ ഇങ്ങനെ ആ കണക്ക് മാറും. ഇനി നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയം, എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല, ചില കുട്ടികൾക്ക് ഉണ്ടാവാം മേ ബി. ഇവിടെ TDS നമ്മളിവിടെ പറഞ്ഞു 30,000. ഈ TDS ഇവിടെ നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ കൂട്ടിയിട്ടാണ് 41,500 ആയത്. പിന്നെ ഇത് അവസാനമായിട്ട് ഇവിടെ എന്തിനാ കുറച്ചതെന്നൊക്കെയാണ് ചോദ്യം ഉണ്ടാകുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഈ 1 lakh ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയ 1 lakh നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് 70,000 മാത്രമേ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾ 1 lakh കിട്ടിയ പോലെ പരിഗണിക്കണം. ഡീംഡ് ടു ബി റിസീവ്ഡ്. ഓർമ്മ ഉണ്ടോ? ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടായിരുന്നു ഇന്ത്യൻ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഡീംഡ് ടു ബി റിസീവ്ഡ് ഇന്ത്യ, അക്രൂവറൈസ് ഇന്ത്യ, ഡീംഡ് ടു അക്രൂവറൈസ് ഇന്ത്യ. അതിൽ ഡീംഡ് ടു ബി റിസീവ്ഡ് കിട്ടിയ പോലെ പരിഗണിക്കപ്പെടേണ്ട ഇൻകങ്ങളിൽ ഒന്നാണ് വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതെന്താണ് നിങ്ങളുടെ കയ്യിലേക്ക് യഥാർത്ഥത്തിൽ എത്ര കിട്ടിയത്?
70,000 ആണ്. പക്ഷെ നിങ്ങളെന്താണ് 1 lakh കിട്ടിയ പോലെ പരിഗണിച്ചിട്ടാണ് നിങ്ങൾ കണക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എന്താണ് ഈ 30,000 നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് പിടിച്ചിട്ടുണ്ട്. അവർ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഈ സോഴ്സ് എമൗണ്ടിൽ നിന്ന് തന്നെ അവർ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ടാക്സിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതാണ്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അത് വീണ്ടും ഇവിടെ നമ്മളവിടെ കുറച്ചു, അല്ലെങ്കിൽ ഡബിൾ ടാക്സ് ആയിട്ട് വരും. ഓക്കെ, TDS കുറച്ചു. ഇതാണ് ഒരു ഫോർമാറ്റ് ഇതിൻ്റെ ടാക്സിൻ്റെ അഗ്രികൾച്ചർ ഇൻകം മൊത്തത്തിൽ വരുമ്പോൾ ടാക്സ് ലയബിലിറ്റി കാണാനുള്ളൊരു ഫോർമാറ്റ്. ഇത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം കണക്കിൻ്റെ എല്ലാ രൂപങ്ങളും ഇതിൽ ഉണ്ട്. ഓക്കെ, സോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കണക്കിന്ന് ഈ കണക്കിലേക്ക് വന്ന മാറ്റം അല്ലേ, ടാക്സ് ലയബിലിറ്റിയിലൊക്കെ കുറച്ച് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു. അതിനുള്ള കാരണം ഇവിടെ സ്പെഷ്യൽ റേറ്റ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട്, സ്പെഷ്യൽ റേറ്റ് വരുമ്പോൾ ചിലപ്പം ടാക്സ് ലയബിലിറ്റി കൂടാം, ചിലപ്പം കുറയാം. ഓക്കെ, സോ ദിസ് ഈസ് അഗ്രികൾച്ചർ ഇൻകം. അഗ്രികൾച്ചറിൻ്റെ ഏകദേശം അപ്പോൾ ഒരു നമ്മൾ കണക്കുകളൊക്കെ അപ്പോൾ ഡിസ്കസ് ചെയ്ത് ഏരിയയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ.